ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് ഫാർമ സെക്ടർ. ഫാർമ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. പ്രത്യേകിച്ചും കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ. ഇന്ന് സിപ്ല, ഡിവിസ് ലാബ്, പിരാമൽ ഫാർമ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ 2% ഉയരുകയും സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം കാഴ്ചവെക്കുകയും ചെയ്തു. നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് 1.7% ഇന്ന് ഉയർന്നത്. ആദ്യം തന്നെ ഇന്ത്യൻ ഫാർമ സെക്ടറിലെ കമ്പനികൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിന് പിന്നിലെ കാരണം മനസ്സിലാക്കാം. ഏറ്റവും പ്രധാന കാരണം അമേരിക്കൻ സെനറ്റ് ബയോസെക്യൂർ ആക്ട് പാസ് ചെയ്തത് തന്നെയാണ്. ബയോസെക്ടർ ആക്ട് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെയും അമേരിക്കൻ കമ്പനികളെയും ചൈനീസ് ഫാർമ സെക്ടറിലെ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും തടയുന്ന രീതിയിലുള്ള ഒരു ആക്റ്റാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഇനി വരും സമയങ്ങളിൽ ചൈനയുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിൻ്റെ എക്സ്പോസർ കുറയാനും സാധ്യതയുണ്ട്. ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ ഫാർമ സെക്ടറിൽ പ്രത്യേകിച്ചും കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് ഗുണകരമാകുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫാർമ CDMO സെക്ടറിലെ ചില സ്റ്റോക്കുകൾക്ക് അനലിസ്റ്റുകൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുമുണ്ട്. ഒന്നാമത്തെ സ്റ്റോക്ക് ആക്കം ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് 447 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈ 939, 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ്. കമ്പനി പ്രധാനമായും ഇന്ത്യക്ക് അകത്തും പുറത്തും ആവശ്യമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 7000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കിന് ICICI സെക്യൂരിറ്റീസ് 655 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്ക് 447 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുമുണ്ട്. സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ ഡൗൺവേർഡ് ട്രെൻഡിൽ തുടരുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ സ്റ്റോക്കിൽ കൺസോൾട്ടേഷൻ വന്നിട്ടുമില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി സ്റ്റോക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 400 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇവിടെ 580, 600 പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് മുമ്പ് സുവീൻ ഫാർമ എന്നറിയപ്പെട്ടിരുന്ന കൊഹൻസ് ലൈഫ് സയൻസ് ലിമിറ്റഡ്. സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2% ഉയർന്ന് 905 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ലഭിക്കുന്ന ഒരു മികച്ച ഫാർമ സെക്ടറിലെ സ്റ്റോക്കാണിത്. 52 വീക്ക് ലോ 856, 52 വീക്ക് ഹൈ 1121. സുവീൻ ഫാർമസ്യൂട്ടിക്കൽ എന്ന കമ്പനി കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനിയാണ്. കമ്പനി പല പ്രൊഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 33,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് 880 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും 1250 രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 40%-ലേറെ അപ്സൈഡിലുള്ള ടാർഗറ്റ്. ഇനി ഡെയിലി ക്യാൻഡിൽ പാറ്റേണും വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു ബേസ് ഫോർമേഷന് വേണ്ടി ശ്രമിക്കുകയാണ്. ബിയറിഷ് ട്രെൻഡിൽ നിന്നും ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറാനുള്ള പോസിബിലിറ്റിയും വന്നു തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് പിരാമൽ ഫാർമ 2%-ഓളം ഉയർന്ന് 201 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 307. പിരാമൽ ഫാർമ എന്ന കമ്പനിക്ക് ഡൊമസ്റ്റിക് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ പ്രൊഡക്റ്റ് എക്സ്പോസർ ഉണ്ട്. കൂടാതെ CDMO സെക്ടറിലെ ഒരു മികച്ച കമ്പനി കൂടിയാണ്. ബയോലോജിക്സ്, വാക്സിൻസ്, കോംപ്ലക്സ് ഇൻജെക്റ്റബിൾസ്, പിരാമൽ കോംപ്ലക്സ് ഇൻജെക്റ്റബിൾസ് തുടങ്ങിയവ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു CDMO സെക്ടറിലെ കമ്പനി കൂടിയാണ്. 26,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിന് ICICI സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 265 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 34% അപ്സൈഡുള്ള ടാർഗറ്റ്. പിരാമൽ ഫാർമ എന്ന സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 300 അവിടെ നിന്നും സ്റ്റോക്കിന് 200-നടുത്ത് സപ്പോർട്ട് ലഭിക്കുകയും സ്റ്റോക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കാം. ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 250, അതിനുശേഷം 300 എന്ന ടാർഗറ്റിലേക്ക് സ്റ്റോക്ക് നീങ്ങിയേക്കും. അവസാന സ്റ്റോക്ക് അരബിന്ദോ ഫാർമ ലിമിറ്റഡ്. സ്റ്റോക്ക് 1130 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്ക് കൂടിയാണ്. അരബിന്ദോ ഫാർമ ലിമിറ്റഡ് എന്ന കമ്പനി ഇൻ്റഗ്രേറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. കമ്പനി പ്രധാനമായും ജനറിക് ആൻഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽസും സ്പെഷ്യാലിറ്റി ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നു. 150-ലധികം രാജ്യങ്ങളിൽ എക്സ്പോസർ ഉള്ള ഒരു കമ്പനി കൂടിയാണ് അരബിന്ദോ ഫാർമ. പ്രധാനമായും ആൻറ്റി റിട്രോവൈറൽ, ആൻറ്റിബോഡീസ്, ഗ്യാസ്ട്രോ എൻട്രോളജിക്കൽ തുടങ്ങിയ പ്രൊഡക്റ്റുകളാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അരബിന്ദോ ഫാർമ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. ICICI സെക്യൂരിറ്റീസ് സ്റ്റോക്കിന് 1300 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 16% അപ്സൈഡുള്ള ടാർഗറ്റ്.